എന്റെ വീട്ടില് സപ്പോർട്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ഒക്കെ ആക്കി അങ്ങനെ കമ്പനി ആയതാ ഞാന്. കൂടുതൽ ഇഷ്ടപ്പെടാ ഈ സംഭവം ചിരിക്കി റിലേഷൻ ആയി കഴിഞ്ഞപ്പോഴാ അറിയുന്ന ഒരു സെറ്റാണ്. നല്ല സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു ഡാൻസ് ഷോ ഒക്കെ ഉള്ളൊരു അവാർഡ് ഫംഗ്ഷന് എസ്പെഷ്യലി കോളേജിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേര് പറഞ്ഞിട്ട് ബെസ്റ്റ് കപ്പിൾ അവാർഡ് പറഞ്ഞിട്ടുള്ളൊരു അവാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. നല്ലൊരു പരിപാടിയായിരുന്നു. അങ്ങനെ വന്ന് ഇഷ്ടപ്പെട്ടു, അവാർഡൊക്കെ കിട്ടി. ഈ ഒരു ഏജിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ കറക്റ്റ് ആയിട്ട് അറിയില്ല, ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. പക്ഷെ കേട്ടിട്ടില്ല. പക്ഷെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അഡൾട്ട്സ് ഒക്കെ ആയിട്ടുള്ള കുറെ കപ്പിൾ വ്ളോഗേഴ്സിനെ കണ്ടിട്ടുണ്ട്. നമ്മള് മണാലി പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, അത് നമ്മളൊരു സീരീസ് പോലെ റൺ ചെയ്തതാ. എപ്പിസോഡ് 1 അങ്ങനെ ഒരു 8 എപ്പിസോഡ് എങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അറിഞ്ഞ്. പിന്നെ കുറേ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, കുറേ മിക്സഡ് ആയിട്ടുള്ളതാണ്. മണാലി സത്യം പറഞ്ഞാൽ ഒരു പാക്കേജ് ടീം നമ്മളായിട്ട് അപ്രോച്ച് ചെയ്തതാണ്. നിങ്ങളൊരു ട്രിപ്പ് പോകാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മൾ ഉമ്മനോ പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ട്, പൊയ്ക്കോട്ടേന്ന്. അപ്പം പറഞ്ഞ് ഓക്കെ പൊയ്ക്കോ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വ്ളോഗ് പോലെ റൺ ചെയ്യും, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഷി വാസ് ഓക്കെ വിത്ത് ദാറ്റ്, എവരിവൺ വാസ് ഓക്കെ വിത്ത് ദാറ്റ്, റൈറ്റ്? അങ്ങനെ പോയി വന്നു. അപ്പോൾ ഹിറ്റായി. എന്റെ വീട്ടില് സപ്പോർട്ട് ചെയ്യുന്നു. എന്റെ വീട്ടില് ഓക്കെ ആയിരുന്നു. വീട്ടുകാരെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു എന്നോണ്ട്. അല്ല, ഇവൻ എന്നെക്കാട്ടും ഒരു വയസ്സ് എന്റെ സീനിയർ ചെയ്യുന്നവന്. +1 +2 ഞാൻ സീനിയർ ജൂനിയർ അങ്ങനെയുള്ള പരിചയം. ടെക്സ്റ്റ് ഒക്കെ ആക്കി അങ്ങനെ കമ്പനി ആയതാ. ക്ലാസ്സൊന്നും അങ്ങനെ പരിചയമില്ലായിരുന്നു. ഓൺലൈൻ വഴി കുറച്ചുകൂടി കമ്പനിയായി. പിന്നെ നേരിട്ട് കണ്ട് ഒന്നുകൂടി നല്ലോണം കമ്പനിയായി. എല്ലാം ഞാൻ തന്നെ. ആണാണ് ഇതിങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെടാ ഈ സംഭവം ചിരിക്കി അവന്റെ ഡിമ്പിള്, പിന്നെ സ്വഭാവം. പക്ഷെ റിലേഷൻ ആയി കഴിഞ്ഞപ്പോഴാ അറിയുന്ന ഒരു സെറ്റാണ്. അമ്മക്ക് അങ്ങനെ വലിയ പ്രോബ്ലം ഫേസ് ചെയ്ത് കുറേ കേട്ടിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ പോയ സമയത്ത് ഈ ഫോണൊക്കെ കട്ടോണ്ട് പോകുന്ന കുറേ പ്രശ്നം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അമ്മക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ അടുത്തുള്ളവർക്ക് വരെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മക്ക് പേഴ്സണലി കുറച്ചുകൂടി കെയർ ചെയ്തതിനെ കൊണ്ടാണോ അറിയില്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. 2 വർഷം അവനായി. ഒരു 6 7. അത് എനിക്കറിയില്ല. അത് ഡിഫറെന്റ്. ലിവിങ് ടുഗദർ അത് എനിക്ക് വലിയ ലൈക്കില്ല. ഒരു ടൈം വരെ ലിവിങ് ടുഗദർ ആയിട്ട് പിന്നെ കല്യാണം കഴിക്കുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിനോടൊന്നും എനിക്ക് പ്രശ്നമില്ല. അല്ലാത്തത് അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. പക്ഷെ എനിക്ക് അമ്മക്ക് കുറച്ചുകൂടി കല്യാണം കഴിച്ച് വീട്ടുകാരെല്ലാവരെയും സമ്മതത്തോടു കൂടി ജീവിക്കുന്നതാണ്. പിന്നെ ഒരു നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ലോണം അറിയാൻ ശ്രമിക്കുക. ഈവൻ അറേഞ്ച് മാരേജ് ആണെങ്കിലും അങ്ങനെ അറിഞ്ഞില്ലെങ്കിലാണ് കൂടുതലും പ്രശ്നം വരാം. അപ്പം പാർട്ട്ണറായിട്ട് നല്ലൊരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക. അപ്പം വലിയ സീനൊന്നും ഉണ്ടാവില്ല. മേ ബി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഒന്നാമത് എനിക്ക് തോന്നുന്നു ആ കയറി ചെല്ലുന്ന ആ ഒരു ഹൗസ് ഹോൾഡിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ആംബിഷൻ എനിക്ക് കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ തന്നെ താല്പര്യം. പിന്നെ ക്യാബിൻ ക്രൂ ആവാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഹൈറ്റ് ഇല്ല, അതിനൊന്നും നടന്നില്ല. പിന്നെ നടക്കുന്ന ആംബിഷൻ നടക്കുന്ന ആംബിഷൻ എനിക്കിപ്പോ ഡിസൈനിങ് ഫീൽഡിലാണ് താല്പര്യം. അപ്പൊ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കുന്നത്. അപ്പൊ ആ ഫീൽഡ് തന്നെ നല്ലോണം വരയ്ക്കൊക്കെ ചെയ്യാം. അതുകൊണ്ട്